പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ സാന്നിധ്യം. നമുക്കൊരു ഈടറിവ് സംഭവിക്കുകയും നമുക്കത് ഫീൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ദ ഗോഡ് ഈസ് വിത്ത് യു, കർത്താവ് നിൻ്റെ കൂടെയാണെന്ന്. എന്താ കാര്യം എന്നറിയാവോ? നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്നൊരു വചനമില്ലേ, ഐസിയ വചനം. അതിന് കാരണം എന്താ? എപ്പോഴും നമ്മൾ ധ്യാനകേന്ദ്രങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നതാണ്, നീ സമുദ്രത്തിലൂടെ പോകും, സമുദ്രം നിന്നെ വിഴുങ്ങത്തില്ല, അഗ്നിയിലൂടെ നീ കടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. വാട്ട്സ് ദ റീസൺ? അതിൻ്റെ കാരണം എന്താണെന്ന് പറയുമോ? കാരണം അവിടെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, അത് പറയത്തില്ല. അതെന്താ കാരണം? ഐ വിൽ കം വിത്ത് യു, ദാറ്റ് ഇസ് ദ റീസൺ, മൈ പ്രസൻസ്. ഐസയ 43:2 വായിച്ചോളൂ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കാരണം എന്താണ്? അഗ്നിയിലൂടെ നടക്കുന്നു, അഗ്നിനെ വിഴുങ്ങുന്നില്ല. നീ സമുദ്രത്തിലൂടെ പോകുന്നു, സമുദ്രം നിന്നെ വിഴുങ്ങുന്നില്ല. വാട്ട്സ് റീസൺ? ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട്. വായിച്ചോളൂ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ റീസൺ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി എടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന 2 ആനുകൂല്യങ്ങളാണ്. ഒന്ന്, ഡയറക്റ്റ് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ്. അതാണ് ഒന്ന്. അത് ജോലിയായി, വീടായി, വിവാഹമായി, സൗഖ്യമായി അങ്ങനെ പോകുന്നു. ചില കാര്യങ്ങൾ കിട്ടാൻ താമസിക്കുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ നീ ഓർക്കരുത് അത് കിട്ടിയിട്ടേ ഇല്ല എന്നല്ല ഓർക്കേണ്ടത്. അതിന് പകരം ഇൻസ്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതിന് പകരം നിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നൽകണത്. ദൈവസാന്നിധ്യം ഈ ദൈവസാന്നിധ്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ ഒരു കാരണവശാലും, ഇപ്പം നമ്മൾ ഹെബ്രായർ 13:5 വായിക്കത്തില്ലേ? ഹെബ്രായർ 11:5 വായിച്ചേ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അതായത് ഒന്നേറ്റ് പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അതായത് ഒരു വിധത്തിലും ഞാൻ നിന്നെ ഒരു വിധത്തിലോ, ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അങ്ങനെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. പിന്നെ നീ എന്തിനു നിരാശപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചന അതാണ്. കാര്യം ഈ വചനം, ഈ ഹെബ്രായർ 13:5 ശരിക്കും പറഞ്ഞാൽ നിയമാവർത്തനം 31:6 ഈ റെഫറൻസ് വരണത്. അവിടെ നിരാശയെക്കുറിച്ചാണ് പറയണത്. അത് ആ വചനത്തെ നമ്മൾ ഈ നിയമാവർത്തനം 31:6 വചനത്തെ ഹെബ്രായർ 13:5 വഴി കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നിന്നെ ഒരു വിധത്തിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയാൻ കാര്യം, ഉപേക്ഷിക്കുകയില്ല. പിന്നെ നീ എന്തിനും നിരാശപ്പെടണമെന്നാണ് എൻ്റെ അർത്ഥം. എന്താ കാര്യം? നമ്മൾ നിരാശയ്ക്ക് പകരം ദൈവം എന്താ തരണത്? ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പം അജയ്ക്ക് ഉണ്ടായിരുന്ന വിഷയം എന്താ? അജയ് വിഷയം വിചാരിച്ചതിൻ്റെ ആ സ്കോർ കിട്ടിയിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ എന്താ പറയണത്? എനിക്കത് ഫീൽ ചെയ്തില്ല. എന്താ കാര്യം? എൻ്റെ ഹൃദയം ഇപ്പം മാതാവിൻ്റെ ഹൃദയം പോലെയായെന്ന്. മാതാവിനെക്കുറിച്ച് എത്ര നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സാക്ഷ്യമാണത്. എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയായി. ഉടമ്പടി, എന്നിട്ട് അജയ് പറയുന്ന കാര്യം, ഉടമ്പടി എടുക്കുന്നതോടെ എല്ലാവരുടെയും ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയാകും. ഉടമ്പടി എടുക്കുന്ന എല്ലാവരുടെയും ഹൃദയം. എന്നിട്ട് പിന്നെ ഇതേ മനുഷ്യൻ പറയണത് ഉടമ്പടി ഒരു അഭിഷേകമാണ്. അത് വചനത്തിൽ പറഞ്ഞ പോലെ എന്താ പറയണത്? അത് പാദത്തോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, അത് നമ്മളെ വിഴുങ്ങിക്കളയും, മുക്കിക്കളയും എന്നൊക്കെ. അദ്ദേഹം ആവേശം കൊണ്ട്, എന്നിട്ട് വെറുതെ ആവേശമല്ല അദ്ദേഹം പറയണത്. എനിക്ക് പണ്ട് ബൈബിൾ വായിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു വായിക്കാൻ. ഇപ്പോഴാണെങ്കിൽ ഈ ബൈബിളിൽ നിന്ന് കണ്ണ് മാറ്റാൻ തോന്നുന്നില്ല. എന്താണ്? അനോയിൻറ്റിങ് ആണ്, അഭിഷേകമാണത്. ചെറുപ്പക്കാർക്കൊക്കെ ഇത്ര കാലത്ത് തന്നെ അഭിഷേകം കിട്ടുമ്പോഴേ
അത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ 10-32 വയസ്സുള്ള പാർട്ടിക്ക് അവർക്ക് അവർ അഭിഷേകത്തോടെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുമ്പോഴേ നമുക്ക് എന്തൊരു പ്രത്യാശയാണ് ജീവിതത്തിലുള്ളത്. അതായത് ഈ ഓരോ വിഷയത്തിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. ഉടമ്പടി എടുക്കുമ്പോഴേ നമ്മുടെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയാകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ ഇതാണ് ഡെസ്റ്റിനേഷനെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കറിയാമായിരുന്നു ഉടമ്പടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണെന്ന് എനിക്കറിയാമായിരുന്നു. അതായത് അത് നിത്യതയെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും നമ്മളെ ഉടമ്പടിയുടെ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം ഒരു ബിലോ 50% താഴെയുള്ള സാക്ഷ്യങ്ങളാണ്. കാര്യം എന്താ, നിനക്ക് ഇപ്പോൾ 10 വർഷമായിട്ട് മക്കളില്ല, മക്കളെ കിട്ടി, 50 വർഷമായിട്ട് ജീവിത പങ്കാളി കിട്ടില്ല, 50ാമത്തെ വർഷം കല്യാണം കഴിച്ചു എന്നൊക്കെ പറയണത് ശരിക്കും ബൈബിളിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മൈനർ സാക്ഷ്യങ്ങളാണ്. എന്താ കാര്യം, ബൈബിൾ നോക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. ഏത് ലെവൽ വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിച്ചോ, ഏത് ലെവൽ വരെ രോഗത്തെയോ പരാജയത്തെയോ മാതാവിൻ്റെ ഹൃദയത്തോടെ നീ അതിനെ ജയിച്ചു. ദൈവം ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞു, വേറൊരു സമയത്ത് അതിന് കടകവിരുദ്ധമായിട്ട് വേറൊരു കാര്യം പറയുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ എന്താ പറഞ്ഞതൊക്കെ, ഐസയ 43:2 എന്താ പറഞ്ഞത്? നീ അഗ്നിയിലൂടെ നടക്കും, പിന്നെന്താണ്, നീ പൊള്ളലേൽക്കുകയില്ല. കാരണം എന്താണ്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ആ വചനം വായിച്ചേ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അടുത്ത വായിച്ചേ. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. കാരണം എന്താണ്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അഗ്നിയിലൂടെ പോവുകയാണെങ്കിൽ ശരി, കർത്താവ് കൂടെ ഉണ്ടാവും. ഇത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ക്യാൻസറാണ്, 4ാം സ്റ്റേജാണെന്ന് പറഞ്ഞിട്ട് കർത്താവ് കൂടെ ഇല്ലെന്ന് പറയരുത്. ജപ്തി നടപടി വരാൻ പോകുന്നു, വീടിൻ്റെ വാതിൽക്കൽ കൊണ്ട് ഒട്ടിച്ച് വന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല, അഗ്നിയിലൂടെ പോവുകയാണ്, കർത്താവ് കൂടെ ഇല്ലെന്ന് പറയരുത്. കാര്യം കർത്താവ് ഇല്ലാത്തതല്ല പ്രശ്നം. കാര്യം അതൊരു നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. നീ അഗ്നിയിലൂടെ പോകും, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അതായത് ഞാൻ എപ്പോഴും ഓർക്കുവേ, ഇവിടെ കർത്താവ് അഗ്നിയിലൂടെ, ഇപ്പം ഞാൻ തന്നെ കുറേ അഗ്നിയിലൂടെ പോയിട്ടുള്ള ആളാണ്. ആ സമയത്തൊക്കെ കർത്താവിൻ്റെ കൂടെയുണ്ട്. എനിക്കത് വചനത്തിലൂടെ ആയാലും പ്രാർത്ഥനയിലൂടെ ആയാലൊക്കെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ആ സമയം കഴിയുമ്പോൾ കർത്താവിന് അതിനെ തരണം ചെയ്യാൻ വേണ്ടി കർത്താവ് നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. 1 രാജാക്കന്മാർ 19. അതായത് അഗ്നി ഉണ്ടായിരുന്ന സമയം അഗ്നിയിൽ കർത്താവ് ഇല്ലാഞ്ഞെന്നും പറഞ്ഞൊരു വചനമുണ്ട്. ഇത് തമ്മിൽ യോജിക്കണില്ല. 1 രാജാക്കന്മാർ 19:12. അത് വായിച്ചേ. എന്താ വായിച്ചേ? ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാലേ, അഗ്നിയിൽ കർത്താവില്ലെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അഗ്നിയിൽ കർത്താവ് ഉണ്ടെന്നല്ലോ. അഗ്നിയിൽ കർത്താവുണ്ട്. ഈ മനുഷ്യന് ആ സമയത്ത് ഫീൽ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ഇത് കാര്യം അഗ്നിയിൽ കർത്താവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളെല്ലാം നിൻ്റെ ചില സമയത്തുള്ള സകല സമയത്ത് കർത്താവ് കൂടെ ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ദിസ് ഇസ് റോങ്. ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസാണത്. ഇത് പ്രോമിസും നടക്കണ കാര്യം നമ്മൾ പ്രോമിസാണ് വിലയിരുത്തേണ്ടത്. പ്രോമിസ് എന്താണ്? ഐസയ 43:2 പ്രോമിസ്. എന്താണ്? വാഗ്ദാനം. എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും, പിന്നെ എന്താണ്? അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അത് പ്രോമിസ്. ആ പ്രോമിസ് ദൈവം ഒരിക്കലും ബാൻ ചെയ്യത്തില്ല. പിന്നെ ഐസയാക്ക് ഏലിയാക്ക് എന്താ സംഭവിച്ചത്? ആ മനുഷ്യനത് ഫീൽ ചെയ്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ 1 രാജാക്കന്മാർ 19:12 അഗ്നി, ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിൽ കർത്താവില്ല. ദാറ്റ് ഇസ് നോൺ സെൻസ്. അഗ്നിയിൽ കർത്താവില്ല. അഗ്നിയിലെ കർത്താവ് ഉണ്ടാകത്തുള്ളൂ. നമ്മളതറിയണമെങ്കിലേ നമ്മളുടെ ദാനിയേലിൻ്റെ പുസ്തകം 3:25 ദാനിയേൽ 3:25 എന്താ പറയണത്? അതായത് അബ്നഗോ, ഷദ്രാക്ക്, മെസ്സാക്ക്, ഈ നബൂഖദ്നേസർ, ഈ ആൾക്കാരെ എല്ലാം കൊണ്ടുവന്നിട്ട് ഫർണസിന് ഇടത്തില്ലേ?
ഈ അബ്നഗയെയും അതുപോലെ തന്നെ മെഷാക്കിനെ ഷദ്രാക്കിനെയും ഒക്കെ കൊണ്ടുവന്ന് തീ കൂട്ടി ഫർണസിലിടും, വെന്ത് കരിച്ചു കളയാൻ വേണ്ടി. എന്നിട്ട് ആ സമയത്ത് ഇവർ കരിഞ്ഞ് ചാകണതും അലറി നിലവിളിക്കണം കാണാൻ വേണ്ടി നെബൂഖദ്നേസർ വരും. അപ്പം നെബൂഖദ്നേസർ സേനാനായകനോട് എന്താ ചോദിക്കണത്? സേനാനായകൻ ചോദിക്കണം, നമ്മൾ 3 പേരെ അല്ലേ അഗ്നിയിലോട്ട് എറിഞ്ഞത്? അവിടെ 4 പേരെ കാണുന്നുണ്ടല്ലോ, അയാൾ ദൈവപുത്രനെ പോലെ ഇരിക്കുന്നല്ലോ. വായിച്ചത് ദാനിയേൽ 3:25. എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. നാലാമത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെ ഇരിക്കുന്നു. അതായത് നീ വിശ്വാസിയാണോ, ഏത് അഗ്നി ആയാലും നിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. അതെന്താണ്? അത് ഐസയ 43:2 വാഗ്ദാനമാണ്, പ്രോമിസാണ്. നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ ഏലിയാക്ക് എന്നാ സംഭവിച്ചത്? ഏലിയ അഗ്നിയിൽ കർത്താവിലെന്ന് പറയാൻ എന്താ? ഹി വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു എക്സ്പീരിയൻസ് ദ അനോയിൻറ്റിങ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. പ്രസൻസ് ഓഫ് ഗോഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ദൈവം അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ മനുഷ്യൻ ബാലൻ്റെ പ്രവാചകന്മാരൊക്കെ കൊന്ന് യെസബേൽ ആ മനുഷ്യൻ്റെ ജീവന് വേണ്ടി വേട്ടയാടി ഓടിച്ച് പേടി വെച്ച് വന്ന് ഇവിടെ ഹൊറേബിലെ കർമ്മലിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഹീസ് നോട്ട് ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതായത് നമ്മൾ ഒരിക്കൽ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മൾ അതിനെക്കുറിച്ച് ആസ്പയർ ചെയ്യണം. അതിനുശേഷം ആ ബഹളം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എടുത്ത് കരിസ്മാറ്റിക്കാർക്കെതിരെ ചില നിഗൂഢ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിക്കും. എന്താ പറയണത്? ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു, പിന്നെ എവിടെയാണ്? ഭൂകമ്പത്തിന് ശേഷം അഗ്നി വന്ന്, അഗ്നി കർത്താവില്ല, ബഹളത്തിലൊന്നും കർത്താവില്ല. അതിനുശേഷം മൃദുസ്വരം വന്നു, അവിടെ കർത്താവ് വന്ന്. യോഗ എടുക്കുമ്പോൾ കർത്താവ് എന്നായി പറയണേ. എന്ത് പിശാച് എന്ത് സുന്ദരമായിട്ട് രീതിയിൽ സഭയുടെ ഈ പഠനങ്ങളുള്ള ആൾക്കാരെ പോലും വഴുതിരിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല അവിടുത്തെ വിഷയം. കരിസ്മാറ്റിക്കാർക്കിടെ പാര വെക്കാൻ വേണ്ടി കർത്താവിൻ്റെ വചനം ഉപയോഗിക്കരുത്. കാര്യം അതൊക്കെ ജീവിത അനുഭവങ്ങൾ അവിടെ പറയണത്. ആ ജീവിതത്തിൻ്റെ ഏത് അനുഭവമായാലും അത് തീയെപ്പോലെ പൊള്ളുന്നതായാലും വെള്ളത്തുപോലെ മുക്കുന്നതായാലും നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പിന്നെ ചില സമയത്ത് ആ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് അയാൾ ഇപ്പം അതിന് ശേഷം അയാളുടെ ആദ്യത്തെ പരവേശവും ബഹളവും വെകിളിയും കിതപ്പലും, ആ മനുഷ്യൻ എന്താ പറയണ ദൈവത്തോട്? ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ചത്തുപോയി, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ അത്ര ഒരു ജീവിതത്തിൽ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അന്ധത കൊണ്ടാണ് ദൈവത്തിൻ്റെ ഫീൽ ചെയ്യാത്തത്. അതിനുശേഷം അവിടെ ശാന്തമായപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്തു. അത് കറക്റ്റായിട്ട് കാര്യമാണത്. ഏരിയക്ക് സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, അങ്ങക്ക് ആ സമയത്ത് ഫീൽ ചെയ്യില്ല. ജെസബേൽ അയാളെ കൊല്ലാൻ ഓടിച്ചിടുന്നു, നാളെ സൂര്യൻ അസ്തമിക്കുകയാണെങ്കിൽ നിൻ്റെ പെടലി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ സംഘർഷത്തിൽ ചെന്ന് പെട്ടിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഹീസ് നോട്ട് ഫീലിംഗ്. അതായത് നമ്മൾക്കൊരു വിഷമസന്ധി ആയാലും കടമായാലും ജപ്തി ആയാലും ക്യാൻസർ ആയാലും ആ സമയത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ ഉടമ്പടി അത് ലക്ഷ്യം കൈവരിക്കുന്നത്. ഉടമ്പടി ഒരു ലക്ഷ്യമാണ്, ഒരു വാഗ്ദാനമാണ്. ഇപ്പം ഉദാഹരണത്തിന് കർത്താവ് കൂടെ നടന്നിട്ട് ചില അണ്ണന്മാർക്ക് മനസ്സിലായില്ലല്ലോ. എമാവൂസിലെ കർത്താവ് കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് 24:16 ലുക്കാൻ്റെ സുവിശേഷം, ലുക്ക 24:16 ശ്രദ്ധിക്കട്ടെ. തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. അതാണ് സംഭവം. ലേലിയക്ക് സംഭവിച്ചത് അതാണ്. അതായത് കർത്താവുണ്ട്, പക്ഷെ അങ്ങേരുടെ സംഘർഷവും ജെസിബേലിനുള്ള പേടിയും എല്ലാം കൊണ്ടും പുള്ളിക്കാരന് വിശപ്പും എല്ലാ പ്രശ്നങ്ങളും വന്നിട്ട്
he is not in a position to experience the presence of God. കർത്താവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു പൊസിഷനല്ല. പക്ഷേ ഇത് നമുക്ക് ബോധപൂർവ്വം ഇതൊരു ധാരണയുടെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സംഘർഷമായ സമയത്തും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രോമിസിൻ്റെ ഭാഗമാണ്. പ്രോമിസ്, നീ ജയിലിലാണെങ്കിൽ പോലും ഓർക്കുക കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നാണ്. അതിലൂടെ നടന്നാലും അതെല്ലാം ഐസയ 43:2 പ്രോമിസാണ്, വാഗ്ദാനമാണ്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അവരെങ്ങനെ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റും? പിന്നെ അഗ്നി ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അഗ്നിയിലുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമല്ലേ? നിൻ്റെ കടത്തിൽ, നിൻ്റെ രോഗത്തിൽ, നിന്നെ തള്ളിപ്പറച്ചിൽ, നിൻ്റെ കേസിൽ, നിൻ്റെ പരാജയങ്ങളിൽ, എല്ലാ അഗ്നി അനുഭവങ്ങളിലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്. ദാറ്റ്സ് ദ പാർട്ട് ഓഫ് ദി പ്രോമിസ്. അത് നമ്മുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ കർത്താവ് ആ വാക്കിൽ തന്നെ അവസാനം വരെ ഉറച്ചു നിൽക്കും. അവനിൽ, അതാണ് നമ്മുടെ വിശ്വസ്തയുടെ കാരണമല്ലേ? ഹെബ്രായർ 10:23. ഹെബ്രായർ 10:23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം.